ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡ് അനാലിസിസ് ആണ്. ആഫ്റ്റർ മിനി ഓപ്ഷൻ 22 പ്ലേയേഴ്സാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടുള്ള സ്പേസ് ബാറ്റിങ്ങിൽ ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ ടീമിൽ ലഭിക്കാതിരുന്ന ദേവദത്ത് പടിക്കലിനെ ട്രേഡ് ചെയ്ത് പകരം ആവേശ് ഖാനെ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി സ്ട്രോങ് ആക്കുക എന്നുള്ള ചിന്ത തന്നെയായിരിക്കണം ആവേശ് ഖാനെ കൊണ്ടുവരാൻ കാരണം. അതെന്തായാലും അത്രത്തോളം നല്ലൊരു തീരുമാനമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ മിനി ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് അറിയാം, രാജസ്ഥാൻ റോയൽസിൻ്റെ മിഡിൽ ഓർഡർ അല്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് മിഡിൽ ഓർഡറിലില്ല. അതുപോലെ തന്നെ ഹെഡ്മെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്മെയർ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇതുവരെ കാര്യമായിട്ടൊന്നും മിഡിൽ ഓർഡറിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ബാറ്റ്സ്മാനാണ് ഡൊമസ്റ്റിക് താരമായിട്ടുള്ള അസാം താരമായിട്ടുള്ള റിയാൻ പരാഗ്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഒരു ഡയമണ്ട് തന്നെയായിരുന്നു ധ്രുവ് ജൂറൽ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച്. സോ ഇത്തവണ എന്താണ് അവരുടെ ആ ഒരു സ്ക്വാഡിലെ പ്ലാൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, മിനി ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ആയിട്ടൊരു സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാലും കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ബോളിംഗ് സൈഡിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസണിൽ ഹോൾഡർ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് മിഡിൽ ഓർഡറിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വലിയൊരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ റോമാൻ പവലിനെ ആയിരുന്നു മിനി ഓപ്ഷനിലെ തന്നെ ആദ്യത്തെ ബൈ ആയിരുന്നു റോമാൻ പവൽ. 7.4 കോടിക്കായിരുന്നു റോമാൻ പവലിനെ രാജസ്ഥാൻ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡൽഹി താരമായിരുന്നു റോമാൻ പവൽ. ഡൽഹിക്ക് വേണ്ടി കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും റോമാൻ പവലിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. മോദാനെ ബോളർ പുള്ളി കുറച്ചുകൂടി ബാറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറായിട്ടാണ് തോന്നുന്നു. ഓഫ് കോഴ്സ് ഒരു പവർ ഹിറ്റർ തന്നെയാണ്. പക്ഷേ എഗനിസ്റ്റ് സ്പിൻ ബോളേഴ്സ് കുറച്ച് വീക്കാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും റീസെൻ്റ്ലി ഇവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെയധികം മികച്ചത് തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു മികച്ച താരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ പ്രൈസ് അല്പം പ്രശ്നമായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 7.4 കോടി ഞാൻ ഒരിക്കലും റോമാൻ പവലിന് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ അതെൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നെ ഒരുപാട് പേര് തിരുത്തി തന്നു. എന്തായാലും അത് നന്ദിയുണ്ട്. സോ 7.4 കോടിക്കാണ് റോമാൻ പവലിനെ രാജസ്ഥാൻ റോയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബോളിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 2 ഓവർ വരെ എറിയാൻ സാധിക്കുന്ന ഒരു ബോളറായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും റോമാൻ പവൽ ഈ ഒരു സ്ക്വാഡിൽ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ശുഭം ദുബെയാണ്. വളരെയധികം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു കാര്യമാണ് ശുഭം ദുബെ. ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ശിവം ദുബെയുടെ വല്ല ബ്രദറും ആണെന്ന് ഞാൻ ആദ്യം ഓർത്തത്. അല്ല, ശുഭം ദുബെ എന്ന് പറയുന്നത് 5.80 കോടിക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ 20 മത്സരങ്ങളിൽ നിന്നും 2020 485 റൺസ്, 20 മത്സരങ്ങളിൽ നിന്ന് 30 സിക്സറുകൾ, 140 സ്ട്രൈക്ക് റേറ്റ് ആൻഡ് 37.8 ആവറേജ്. 37.8 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 30 മണ്ഡലമാണ്. സോ ഇതാണ് ശുഭം ദുബെയുടെ ആ ഒരു കരിയർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ രാജസ്ഥാൻ 5.8 കോടിക്ക് സ്വന്തമാക്കിയതിൽ വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നുന്നില്ല. 29 വയസ്സുണ്ട്, അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ഇതുവരെ പേരങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡൊമസ്റ്റിക് ലീഗിൽ മികച്ച രീതിയിൽ കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ബാറ്റിംഗ് സൈഡിലേക്ക് ഒരു സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ശുഭം ദുബെ അവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയാൻ പരാഗ് ഇത്തവണയും മോശം ഫോം ആണെങ്കിൽ ചിലപ്പോൾ ശുഭം ദുബെക്ക് ഒരു ലോട്ടറി വീഴാനുള്ള സാധ്യതകൾ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി വഴിയാണ് ടോം കോഹ്ലർ കാറ്റ്മോർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് താരമായിട്ടുള്ള ടോം കോഹ്ലർ കാറ്റ്മോർ കുറച്ചുകൂടി ലീഗ് മത്സരങ്ങളിൽ കളിച്ച് കുറച്ച് പേർക്ക് സുപരിചിതമായിരിക്കും. 40 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ബൈ തന്നെയാണ്. ബട്ട്ലർക്ക് അവിടെ ഒരു ബാക്കപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടുണ്ട്. ഒരു കിഡിലൻ ഓപ്പൺ തന്നെയാണ്, നല്ലൊരു ഹിറ്ററാണ്. നോ ലുക്ക് ഷോട്ടൊക്കെ കൂടുതലും യൂട്യൂബിൽ വൈറലായിരുന്നു. അപ്പോൾ IPLലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു ബട്ട്ലർ ബാക്കപ്പ് പ്ലെയർ ആണ് പുള്ളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അബിദ് മുസ്താഖാണ്. അബിദ് മുസ്താഖ് ഒരു ഓൾറൗണ്ടറാണ്. 20 ലക്ഷം രൂപയ്ക്കാണ് പുള്ളിയെ സ്വന്തമാക്കിയത്. സോ ഗ്രൂം ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം പുള്ളിയെ സൈൻ ചെയ്തിരിക്കുന്നത് 20 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ നാൻഡ്രെ ബർഗർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്ന നാൻഡ്രെ ബർഗർ വളരെ യങ്ങസ്റ്റ് ആയിട്ടൊരു കിഡിലൻ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളറാണ്. സോ കഴിഞ്ഞ സീസൺ വരെ ഇല്ലാതിരുന്ന ബോൾട്ടിനൊരു ബാക്കപ്പ് പ്ലെയർ ഇത്തവണ വെറും 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ബോളിംഗ് സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ലൈൻ ആൻഡ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് എറിയാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ നാൻഡ്രെ ബർഗർ. എന്തായാലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ബോൾട്ടിനൊരു ബാക്കപ്പ് ഓപ്ഷൻ തന്നെയാണ് പുള്ളി. എന്തായാലും ഈ ഒരു റേറ്റിന് നാൻഡ്രെ ബർഗർ 50 ലക്ഷം രൂപയ്ക്ക് നാൻഡ്രെ ബർഗർ എന്ന് പറയുന്നത് നല്ലൊരു ഡീൽ തന്നെയാണ്. സോ ഇതാണ് ഈ ഒരു 5 പ്ലേയേഴ്സിനെ രാജസ്ഥാൻ റോയൽസ് മേടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആവേശ് ഖാനെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ്. പക്ഷേ അതെന്തിനായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സ്റ്റിൽ ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിൻ്റെ ആ ഒരു കോമ്പോസിഷൻ വായിക്കാം. വിക്കറ്റ് കീപ്പേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് നോക്കിയാണ് കേട്ടോ വായിക്കുന്നത്, എടുത്ത് വെച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, ധ്രുവ് ജൂറൽ, കുനാൽ രാഥോഡ്,
ഡൊണോവൻ ഫെരേര ആൻഡ് ടോം കോക്ലർ കാഡ്മോർ. പുള്ളിക്ക് വിക്കറ്റ് കീപ്പിങ്ങും പറ്റും. അതുപോലെ തന്നെ ബാറ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷിംറോൺ ഹെറ്റ്മെയർ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, റോമാൻ പവൽ ആൻഡ് ശിവം ദുബെ. ഓൾറൗണ്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രവിചന്ദ്രൻ അശ്വിൻ, അബിദ് മുസ്താഖ്. ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻറ്റ് ബോൾട്ട്, യുസി ചഹൽ, സന്ദീപ് ശർമ്മ, നവദീപ് സൈനി, കുൽദീപ് സെൻ, ആദം സാംബ, നാൻഡ്രെ ബർഗർ, പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ. ഇത്തവണയും ആദം സാംബയ്ക്ക് കുറച്ച് അവസരങ്ങളെ കിട്ടുള്ളൂ. കിട്ടിയാൽ തന്നെ അത് കൂടുതലും ഒരു ഇമ്പാക്ട് പ്ലെയർ റോളിലായിരിക്കും വരാൻ സാധ്യതകൾ കൂടുതൽ. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ ഓർഡറിൽ അല്പം ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഷിംറോൺ ഹെറ്റ്മെയർ. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തായാലും IPLലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഷിംറോൺ ഹെറ്റ്മെയർ കാഴ്ചവെക്കുമെന്ന് തോന്നും. ആൻഡ് ഇനി എല്ലാവർക്കും ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യം പ്രോബബിൾ 11 എന്താണെന്നുള്ളത്. ആറാറിൻ്റെ പ്രോബബിൾ 11ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യശസ്വി ജയ്സ്വാൾ ആൻഡ് ജോസ് ബട്ട്ലർ തന്നെയായിരിക്കും അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സഞ്ജു സാംസൺ 1 ഡൗൺ, ദെൻ റോമാൻ പവൽ, ഷിംറോൺ ഹെറ്റ്മെയർ, ധ്രുവ് ജൂറൽ, റിയാൻ പരാഗ്, അശ്വിൻ, യുസി ചഹൽ, ട്രെൻറ്റ് ബോൾട്ട്, പ്രസിദ്ധ് കൃഷ്ണ. ഈ ഒരു 2 സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പിച്ച് കണ്ടീഷൻ, അങ്ങനെ തന്നെ പറയാം. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ അല്ലെങ്കിൽ സന്ദീപ് ശർമ്മ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആവേശ് ഖാനോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോഴും അവരുടെ ഒരു ബോളിംഗ് സൈഡിലൊരു പ്രശ്നങ്ങൾ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നേടുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന IPL സീസണിൽ ആദ്യത്തെ 2-3 മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോഴും എനിക്ക് അല്പം ഷേക്കി ആയിട്ടാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തോന്നുന്നത്. റോമാൻ പവലിന് 2 ഓവർ എറിയാൻ സാധിക്കുന്നത് ബെനിഫിറ്റ് തന്നെയാണ്. ഒരു 6th ബോളിംഗ് ഓപ്ഷൻ ഇപ്പോഴും അവർക്കൊരു പ്രശ്നമാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും എനിക്ക് ഈ നാൻഡ്രെ ബർഗറിൻ്റെയും അതുപോലെ തന്നെ ടോം കോക്ലർ കാഡ്മോറിൻ്റെയും ആ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടുള്ള വരവ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ബൈ തന്നെയാണ്. ആൻഡ് ശുഭം ഡൂബയുടെ കളികൾ ഇനി കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. അപ്പോൾ ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡ്. ഇത്തവണ കുറച്ചുകൂടി കഴിഞ്ഞ സീസണേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു എബവ് ആവറേജ് സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2020 ഒരു കിടിലൻ അണ്ടർഡോഗ് പെർഫോമൻസ് തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇത്തവണ വരുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും തെറ്റുകൾ സംഭവിച്ചേക്കാം. 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയ ഒരു പ്രോബബിൾ 11 മാത്രമാണിത്. അതിൻ്റെ അകത്ത് തെറ്റുകൾ ഉറപ്പായിട്ടും വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോബബിൾ 11 നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറി പറയാതെ നല്ല രീതിയിൽ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള കമൻറ്റ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.